ഹലോ സ്റ്റുഡൻസ്, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിന്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഡെറിവേറ്റീവ്സിന്റെ സെക്കൻഡ് അപ്ലിക്കേഷൻ ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫങ്ഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഒരു ഫങ്ഷൻ f of x ഇൻക്രീസിംഗ് ഫങ്ഷൻ ആകണമെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് f ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവ് ആകണമെന്നും ഡിക്രീസിംഗ് ഫങ്ഷൻ ആകണമെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് f ഡാഷ് ഓഫ് എക്സ് നെഗറ്റീവ് ആകണമെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. First problem, find the intervals in which the function f given by f of x equal to 4x cube minus 6x square minus 72x plus 30 is strictly increasing, second strictly decreasing. അപ്പോൾ ഈ ഫംഗ്ഷൻ സ്ട്രിക്റ്റ്ലി ഇൻക്രീസ് ചെയ്യുന്നതും സ്ട്രിക്റ്റ്ലി ഡിക്രീസ് ചെയ്യുന്നതും ഇന്റർവെൽസ് നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫസ്റ്റ്, ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് f of x equal to 4x cube minus 6x square minus 72x plus 30. In the first step, find out first derivative f dash of x. 4 into derivative of x cube 3x square. 4 into 3 12x square minus x square derivative is 2x. 6 into 2x 12x minus 72 into 1 equal to 72. Here 12 is common in these three terms. Take outside 12 into x square minus x minus 6. We get f dash of x equal to 12 into x square minus x minus 6. Next, find out the points where f dash of x equal to 0. F dash of x equal to 0 gives 12 into x square minus x minus 6 equal to 0. That means x square minus x minus 6 equal to 0. അപ്പോൾ ഈ 12 ഔട്ട്സൈഡ് എടുക്കണമെന്നില്ല. ഇവിടെ തന്നെ നിങ്ങൾക്ക് 12x സ്ക്വയർ മൈനസ് 12x മൈനസ് 72 ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതിയിൽ സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. ഫ്രം ദിസ് വി ഗെറ്റ് എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a, a ഈക്വൽ ടു 1, b ഈക്വൽ ടു മൈനസ് 1, c ഈക്വൽ ടു മൈനസ് 6 equal to minus 1 plus or minus root minus 1 whole square minus 4 into 1 into minus 6 divided by 2 into 1 minus 1 plus or minus root minus 1 square is 1 minus 4 into minus 6 plus 24 divided by 2. 1 plus 24 is 25. Root 25 is 5. Hence 1 plus or minus 5 by 2. 1 plus 5 by 2. Second solution is 1 minus 5 by 2. 1 plus 5 is 6. 6 by 2 equal to 3. 1 minus 5 is minus 4 by 2 equal to minus 2. We get the points as 3 and minus 2. നെക്സ്റ്റ്, ഇപ്പോൾ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0ലേക്ക് ഇക്വേറ്റ് ചെയ്ത് എക്സിന്റെ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. നെക്സ്റ്റ്, റിയൽ ലൈനിൽ ആ എക്സ് വാല്യൂസ് പ്ലോട്ട് ചെയ്യുക. മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി മൈനസ് 2 3. അപ്പോൾ ഫസ്റ്റ് ഏതാ വരിക? മൈനസ് 2 ആൻഡ് ദെൻ 3. അപ്പൊ ഈ മൈനസ് 2 3 ഈ റിയൽ ലൈനിനെ ഡിവൈഡ് ഇൻ ടു മൈനസ് ഇൻഫിനിറ്റി
-2, -2, 3, 3 ഇൻഫിനിറ്റി. ദാറ്റ് ഈസ് 3 ഡിസ്ജോയിന്റ് ഇന്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ -∞ മുതൽ -2 വരെ ഒരു ഇന്റർവെല്, -2 മുതൽ 3 വരെ വേറൊരു ഇന്റർവെല്, 3 to ഇൻഫിനിറ്റി. ഇനി ഓരോ ഇന്റർവെലും കൺസിഡർ ചെയ്ത് ആ ഇന്റർവെൽസിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. കൺസിഡർ ഫസ്റ്റ് ഇന്റർവെൽ -∞ -2. ദിസ് ഇന്റർവെൽ -∞ -2ലത്തെ ഒരു പോയിന്റ് ആണ് ഇത്. -2ന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് സൈഡിലുള്ള പോയിന്റ് ഏതാ? -3. അപ്പൊ എഫ് ഡാഷ് ഓഫ് -3 കാൽക്കുലേറ്റ് ചെയ്യുക. 12 into -3 square minus 12 into -3 minus 72. 12 into 9 minus 12 into -3 plus 36 minus 72. 12 into 9 is 108 plus 36 minus 72 equal to, we get 72. 72 is positive. അപ്പോൾ എഫ് ഡാഷ് ഓഫ് -3 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. വി ഗെറ്റ് ദ ആൻസർ ആസ് 72. 72 ഈസ് എ പോസിറ്റീവ് നമ്പർ. ഹെൻസ് എഫ് ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവ് ആണ് കിട്ടുന്നത്. എഫ് ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിംഗ് ഇൻ ദ ഇന്റർവെൽ -∞ -2. നെക്സ്റ്റ് കൺസിഡർ നെക്സ്റ്റ് ഇന്റർവെൽ -2, 3. അപ്പൊ -2നും 3ക്കും ഇടയില് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണ്. അപ്പൊ നമുക്ക് ഏത് നമ്പർ പോയിന്റ് ഉണ്ട്? 0 ഉണ്ട്. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എഫ് ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 12 into 0 square minus 12 into 0, 0 ആയിട്ട് വരും. പിന്നെ എന്തേ വരുള്ളൂ? -72. -72 ഈസ് നെഗറ്റീവ്. ഹെൻസ് എഫ് ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ഇൻ ദ ഇന്റർവെൽ -2, 3. നെക്സ്റ്റ് കൺസിഡർ ദ ഇന്റർവെൽ 3 ഇൻഫിനിറ്റി. 3 ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഇന്റർവെല്ലിൽ ഒരു പോയിന്റ് ഏതാ? 3 ഇൻഫിനിറ്റി. ഇവിടെയുള്ള ഒരു പോയിന്റ് ഏതെടുക്കുക? 4 എടുക്കുക. അപ്പൊ എഫ് ഡാഷ് ഓഫ് 4 കാൽക്കുലേറ്റ് ചെയ്യുക. എഫ് ഡാഷ് ഓഫ് 4 ഈക്വൽ ടു 12 into 4 square minus 12 into 4 minus 72. 12 into 16 minus 48 minus 72. 192 minus 48 minus 72 equal to 72. 72 greater than 0, that is positive. Hence f of x is strictly increasing in the interval 3 infinity. So the function f is strictly increasing in the intervals -∞, -2, 3 infinity and decreasing in the interval -2, 3. അപ്പോൾ ഏത് പ്രോബ്ലം വന്നാലും അതിന് ഒരു ജനറൽ ആയിട്ടുള്ള വർക്കിംഗ് റൂൾ ഉണ്ട്. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, എന്നിട്ട് അത് 0യിലേക്ക് ഇക്വേറ്റ് ചെയ്ത് പോയിന്റ്സ് കണ്ടുപിടിക്കുക. ആ പോയിന്റ്സ് റിയൽ ലൈനിനെ ഡിവൈഡ് ചെയ്യുക ഇന്റർവെൽസ് ആയിട്ട്. ആ ഇന്റർവെലിനകത്ത് എഫ് ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് പ്രോബ്ലം. പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. ഇനി ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൽ എന്താണ് വ്യത്യാസം വരിക എന്ന് നോക്കാം. സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ഇൻ 0π, ഇൻക്രീസിംഗ് ഇൻ π 2π ആൻഡ് നൈദർ ഇൻക്രീസിംഗ് നോർ ഡിക്രീസിംഗ് ഇൻ 0 2π. നമ്മൾ നേരത്തെ ചെയ്ത് പോളിനോമിയൽ ഫംഗ്ഷൻ മാതിരി തന്നെ സെയിം റൂൾ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്, ദെൻ ഇറ്റ്സ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സിന് ഡെറിവേറ്റീവ് എന്താ? -sin x. Then f dash of x equal to 0 gives -sin x equal to 0. -sin x 0 ആണെങ്കിൽ sin x equal to 0. sin 0 ആവുന്ന എവിടെയൊക്കെയാ? ഈ ഇന്റർവൽ ഏതാ? 0 2π ആണ്. 0 2π, 0യും 2πയും കൂടെ ഉൾപ്പെടുത്താം നമുക്ക്. ഇപ്പൊ ക്ലോസ്ഡ് ഇന്റർവൽ 0 2π ആണെങ്കിൽ x 0 ആവുന്നത് 0 π 2π. ഈ 3 പോയിന്റ്സിലാണ് സൈൻ 0 ആകുന്നത്. ഹെൻസ് 0, ദിസ് വൺ, ഇവിടെ π/2, ഹിയർ π ആൻഡ് ഹിയർ അഗെയിൻ 2π. ദെൻ ഇന്റർവെൽസ് ഏതൊക്കെയാണ്?
0 മുതൽ പൈ വരെ, പിന്നെ പൈ മുതൽ 2π വരെ. അപ്പോൾ ഒരു സർക്കിള് റൗണ്ട് കഴിഞ്ഞു. അപ്പൊ 0 ഇന്റർവെൽസ് ആർ 0 പൈ ആൻഡ് പൈ 2π. ഇതാണ് നമ്മളുടെ ഇന്റർവെൽസ് കിട്ടുന്നത്. അപ്പൊ ഈ കൺസിഡർ ഫസ്റ്റ് ഇന്റർവെൽ 0 പൈ. 0 പൈയിലെ ഒരു പോയിന്റ്സ് എടുക്കണമെന്നില്ല, നമുക്ക് ഇതാണ് ഇത് സൈൻ എക്സിന്റെ ഗ്രാഫ്. അപ്പൊ 0 മുതൽ പൈ വരെ സൈൻ എക്സ് എന്താണ്? പോസിറ്റീവ് അല്ലെ? വൈ എക്സ് ആക്സിസിന്റെ മുകളിലാണ് വരുന്നത്. അപ്പൊ വൈ വാല്യൂസ് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ സൈൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 ഇൻ 0 പൈ ഇന്റർവെൽ. സൈൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മളുടെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. അപ്പൊ മൈനസ് സൈൻ എക്സ് എന്തായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കും. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് നെഗറ്റീവ്. അപ്പൊ 0 പൈ എന്ന് പറഞ്ഞ ഇന്റർവെല്ലില് നമ്മളുടെ സൈൻ എക്സിന്റെ ഗ്രാഫ് എന്താണ്? എക്സ് ആക്സിസിന്റെ മുകളിലാണ്. ദാറ്റ് ഈസ് വൈ വാല്യൂ എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ സൈൻ എക്സ് പോസിറ്റീവ് ആണ്, പക്ഷെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. അപ്പൊ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ഈസ് ലെസ് ദാൻ 0, നെഗറ്റീവ്. എഫ് ഡാഷ് ഓഫ് എക്സ് നെഗറ്റീവ് കിട്ടിയത് കൊണ്ട് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഈസ് സ്ട്രിക്റ്റ്ലി ഡിക്രീസിംഗ് ഇൻ 0 പൈ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് കൺസിഡർ പൈ 2π. വാട്ട് ഹാപ്പൻഡ് പൈ 2π? എക്സ് ആക്സിസിന്റെ ബിലോ ആണ്. എക്സ് ആക്സിന്റെ താഴെ വൈ വാല്യൂ എന്താണ്? നെഗറ്റീവ് ആണ്. ദാറ്റ് മീൻസ് സൈൻ എക്സ് ലെസ് ദാൻ 0 ഇൻ ദ ഇന്റർവെൽ പൈ 2π, സൈൻ എക്സ് ലെസ് ദാൻ 0. ദെൻ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പൊ എഫ് ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവ് ആണ്. ഹെൻസ് എഫ് ഓഫ് എക്സ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഇൻ പൈ 2π. അപ്പോ സൈൻ എക്സ് എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ്. 0 പൈ ഇന്റർവെല്ലില് സൈൻ എക്സ് പോസിറ്റീവ് ആണ്. അപ്പോൾ മൈനസ് സൈൻ എക്സ് എന്താണ്? നെഗറ്റീവ്. അതുകൊണ്ട് ഡിക്രീസിംഗ് ആണ്. ഇവിടെ ഇത് നെഗറ്റീവ് ആണ്, പക്ഷെ മൈനസ് സൈൻ എക്സ് ആയതുകൊണ്ട് പോസിറ്റീവ് ആണ്. therefore increasing. Next consider the interval 0 to pi. 0 pi വരെ ഇന്റർവെല്ലില് എഫ് ഓഫ് എക്സ് എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യുന്നു. പൈ 2π ഇന്റർവെല്ലിൽ എഫ് ഓഫ് എക്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. 0 to pi എന്ന് പറഞ്ഞ ഇന്റർവെല്ലില് ഫംഗ്ഷൻ ഈസ് നൈദർ ഇൻക്രീസിംഗ് നോർ ഡിക്രീസിംഗ്. അപ്പൊ നമുക്ക് ഡിക്രീസിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഇൻക്രീസിംഗ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നൈദർ ഇൻക്രീസിംഗ് നോർ ഡിക്രീസിംഗ്. നെക്സ്റ്റ് പ്രോബ്ലം. Find intervals in which the function given by f of x equal to sin 3x, x belongs to 0 pi by 2 is increasing, decreasing. f of x equal to sin 3x. Sin 3x ന്റെ ഡെറിവേറ്റീവ്, sin 3x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? cos 3x into 3x ഉള്ളതുകൊണ്ട് എന്താ വരിക? into 3. That is 3 cos 3x. അപ്പോൾ f dash of x equal to 0 gives 3 cos 3x equal to 0. That means cos 3x equal to 0 by 3. That is cos 3x equal to 0. Cos 3x 0 ആണ്. x belongs to 0 pi by 2. Therefore 3x equal to pi by 2, 3 pi by 2. 3x pi by 2, 3 pi by 2. അപ്പോഴാണ് ഇത് വരിക? 0 വരിക. Implies x equal to pi by 6 and pi by 2. അപ്പോൾ 3x equal to pi by 2 ആണെങ്കിൽ pi by 2 into 3, that is x. 3 RHSലേക്ക് പോകുമ്പോൾ അപ്പോൾ pi by 2 into 3, that is pi by 6. Here 3 pi by 2 by 3. 3 3 കട്ട് ചെയ്താൽ pi by 2 കിട്ടും. Pi by 6 and pi by 2 belongs to this interval. Then 0 pi by 2 ആണ് നമ്മളുടെ sin 3x ന്റെ ഡൊമെയിൻ തന്നിട്ടുള്ളത്. അപ്പോൾ pi by 6 belongs to this domain. Then this pi by 6 divide this into two disjoint intervals closed 0
pi by 6 and pi by 6 pi by 2. നെക്സ്റ്റ് ഈ രണ്ട് ഇന്റർവെല്ലിലും എഫ് ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. കൺസിഡർ ഫസ്റ്റ് ഇന്റർവെൽ ക്ലോസ്ഡ് 0 ഓപ്പൺ പൈ ബൈ 6. 0 പൈ ബൈ 6 ഇന്റർവെല്ലിനകത്ത് ഒരു പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം. പൈ ബൈ 6ന്റെ ഹാഫ് എടുക്കുക. അതേതായാലും ഏത് ഇന്റർവെല്ലിനകത്താണ് വരിക? 0 പൈ ബൈ 6 ഇന്റർവെല്ലിനകത്താണ് വരിക. That is pi by 12. Find out f dash of pi by 12 equal to 3 cos 3 pi by 12. 3 pi by 12 is 312. കട്ട് ചെയ്തിട്ട് എത്ര കിട്ടും? 4 കിട്ടും. pi by 4. Cos pi by 4 is 1 by root 2. 3 into 1 by root 2 is greater than 0. That is positive. f dash of x positive ആയതുകൊണ്ട് we can conclude that the function f is strictly increasing in closed 0 pi by 6. Next consider the next interval pi by 6 pi by 2. pi by 6 pi by 2 ഇന്റർവെല്ലിനകത്ത് വരുന്ന ഒരു പോയിന്റ് ഏതാ? pi by 6 is 30 degree, 90 degree. That means pi by 3 consider ചെയ്യുക 60 degree. f dash of pi by 3. 3 cos 3 pi by 3. 3യും 3യും കട്ട് ചെയ്താൽ 3 cos pi. What is cos pi? -1. 3 into -1 is -3. -3 less than 0. That is negative. ഇപ്പോൾ കോസ് പൈ നെഗറ്റീവ് ആയതുകൊണ്ട് എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് നെഗറ്റീവ്. ഹെൻസ് എഫ് ഈസ് സ്ട്രിക്റ്റ്ലി ഡിക്രീസിംഗ് ഇൻ പൈ ബൈ 6 പൈ ബൈ 2. നെക്സ്റ്റ് പ്രോബ്ലം. ഫൈൻഡ് ദ ഇന്റർവെൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പൈ ഈസ് strictly increasing or strictly decreasing. f of x equal to sin x plus cos x. Then f dash of x equal to derivative of sin x is cos x. Cos x in derivative minus sin x. Thus we get f dash of x equal to cos x minus sin x. Then f dash of x equal to 0 gives cos x minus sin x equal to 0. That is cos x equal to sin x. Cos x ഉം sin x ഉം ഈക്വൽ ആകുന്ന പോയിന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം ഇൻ ദ ഇന്റർവെൽ 0 to pi. സീറോ ടു പൈ ഇന്റർവെല്ലില് ഫസ്റ്റ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലും സൈനും കോസും ഒരേ സൈനാണ്. ഇവിടെ സൈൻ എക്സും കോസ് എക്സും പോസിറ്റീവ് ആണ്. ഇവിടെ സൈൻ എക്സും കോസ് എക്സും എന്താണ്? നെഗറ്റീവ് ആണ്. സൈൻ എക്സും കോസ് എക്സും ഈക്വൽ ആകുന്നത് ഏത് പോയിന്റിലാണ്? 45. ദാറ്റ് ഈസ് പൈ ബൈ 4. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റില് പൈ ബൈ 4. ദെൻ ഈ ക്വാഡ്രന്റില് ഏത് വാല്യൂ? പൈ ബൈ 4. ഇവിടെ 2 പൈ ബൈ 4, 3 പൈ ബൈ 4, 4 പൈ ബൈ 4. ഇവിടെ എത്തുമ്പോൾ എത്ര വരും? 5 പൈ ബൈ 4. അപ്പോ സൈൻ എക്സും കോസ് എക്സും ഈക്വൽ ആകുന്നത് പൈ ബൈ 4ലും 5 പൈ ബൈ 4ലും ആണ്. അപ്പോൾ പൈ ബൈ 4ഉം 5 പൈ ബൈ 4നും 0 to പൈ എന്ന് പറഞ്ഞ ഡൊമൈനിന് ഡിവൈഡ് ഇൻ ടു 3 disjoint intervals closed 0 pi by 4, pi by 4 5 pi by 4, 5 pi by 4 2 pi. ഇനി ഈ 3 ഇന്റർവെൽസിലും എഫ് ഡാഷ് ഓഫ് എക്സിന്റെ സൈൻ ചെക്ക് ചെയ്യണം. കൺസിഡർ ഫസ്റ്റ് ഇന്റർവെൽ 0 pi by 4. 0 pi by 4 ഇന്റർവെലിന്റെ അകത്തെ ഒരു എലമെന്റ് കണ്ടുപിടിക്കണം. pi by 4 is 45 degree. 45-നകത്താണ് ഇത് വരിക 30 ഡിഗ്രി. അപ്പൊ എഫ് ഡാഷ് ഓഫ് 30 ഡിഗ്രി cos 30 minus sin 30. cos 30 is root 3 by 2 minus
Sin 30 1/2. Root 3 ആണ് 1-നേക്കാളും ഗ്രേറ്റർ. That means greater than 0. That is positive. Hence f is strictly increasing in closed 0 pi by 4. Next consider the interval pi by 4, 5 pi by 4. Pi by 4നും 5 pi by 4നും ഇടയിൽ വരുന്ന ഒരു പോയിന്റ് ഏതാണ്? 90യും 180 ഒക്കെ അതിന്റെ ഇടയിലാണ്. Consider f dash of 90. Cos 90 minus sin 90. Cos 90 is 0. Sin 90 is 1. 0 minus 1 equal to minus 1 less than 0. Negative ആണ്. Hence f is strictly decreasing in pi by 4, 5 pi by 4. Consider the last interval 5 pi by 4 closed 2 pi. 5 pi by 4നും 2 piക്കും ഇടയിലുള്ള ഒരു പോയിന്റ് ഏതാ? ഇവിടെ ഏത് പോയിന്റ് വരുന്നുണ്ട്? 270 ഡിഗ്രി വരുന്നുണ്ട്. അപ്പൊ f dash of 270 ഡിഗ്രി ഈക്വൽ ടു cos 270 minus sin 270. Cos 270 is 0 minus sin 270 minus 1. 0 minus minus 1 is 1. That is greater than 0, positive. Hence f is strictly increasing in 5 pi by 4, 2 pi. ഇനി ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഈ ഓപ്പൺ ഇന്റർവെൽസ് ഒക്കെ എന്താക്കാം? ക്ലോസ്ഡ് ഇന്റർവെൽസ് ആക്കാം. ദാറ്റ് മീൻസ് എഫ് ഈസ് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിംഗ് ഇൻ ക്ലോസ്ഡ് 0, ക്ലോസ്ഡ് pi by 4 ആൻഡ് 5 pi by 4, 2 pi ക്ലോസ്ഡ് ആൻഡ് ഡിക്രീസിംഗ് ഇൻ pi by 4, pi by 4. Next homework. Show that the function sin x is strictly increasing 0 pi by 2, decreasing in pi by 2 pi, neither increasing nor decreasing in 0 pi. നമ്മൾ cos x ചെയ്താണ് അതേ മെത്തേഡിൽ sin x ചെയ്യാം. Find the intervals in which f of x equal 2x cube minus 3x square minus 36x plus 7. Strictly increasing, strictly decreasing. ഇതേ പ്രോബ്ലം ഇതേ ടൈപ്പിൽ ഉള്ള പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്. Prove that logarithmic function is strictly increasing in 0 infinity. What is logarithmic function? F of x equal to log x. Then what is f dash of x? Derivative of log x is 1 by x. F dash of x equal to 1 by x. In the interval 0 infinity, x is positive. പോസിറ്റീവ് നമ്പർ ആണ്. എക്സ് പോസിറ്റീവ് ആണെങ്കിൽ വാട്ട് ഈസ് 1 by x? 1 by x എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് പോസിറ്റീവ്. എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ദ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഇൻ 0 ഇൻഫിനിറ്റി. നെക്സ്റ്റ് പ്രോബ്ലം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ആർ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ഓൺ 0 pi by 2? cos x, cos 2x, cos 3x, tan x. അപ്പോൾ ഒന്നിക്കൽ നമുക്ക് ഗ്രാഫ് വെച്ച് ആൻസർ കണ്ടുപിടിക്കാം, ഇല്ലെങ്കിൽ ഡിക്രീസിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താകണം? നെഗറ്റീവ് ആകണം. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആവുന്നത് ഇതിലേത് ഫംഗ്ഷൻ ആണെന്ന് നോക്കിയാൽ മതി. താങ്ക് യു.